നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. അവൻ നമുക്ക് ദൈവത്തിങ്കിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ് നാം വായിച്ചത്. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിലെ പ്രമേയം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. നാം അവനെ തിരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. നാം ഈ കാര്യം മറക്കരുത്. അവൻ മൂലമാണ് നാം ഇന്ന് ക്രിസ്തുവേശുവിലായിരിക്കുന്നത്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം, ദാനം എന്ന് പറയുന്നത് കർത്താവ് തന്നെയാണ്. മറ്റെല്ലാ ദൈവിക അനുഗ്രഹങ്ങളും ക്രിസ്തുവിൽ നിന്ന് വരുന്നു. ജ്ഞാനം, നീതി, ശുദ്ധീകരണം, വീണ്ടെടുപ്പ് എല്ലാം ക്രിസ്തുവിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നാം ക്രിസ്തുവിനെ സ്വീകരിച്ചവരാണ്. ആയതിനാൽ മറ്റെല്ലാ ആത്മീയ അനുഗ്രഹങ്ങളുടെയും കൂട്ടവകാശികളും നാം ക്രിസ്തുവിൽ അതിന് പങ്കാളികളുമാണ്. പൗലോസ് ഇവിടെ പറയുന്നത് ക്രിസ്തുവിൽ എന്ന പ്രയോഗം ഈ പുസ്തകത്തിൽ ആവർത്തിച്ച്, ഈ അധ്യായത്തിൽ നമുക്ക് ആവർത്തിച്ച് ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയും. നാം ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. കൊമ്പുകൾ മരത്തോട് ചേർന്നിരിക്കുന്നത് പോലെ നാം ക്രിസ്തുവിലാകുമ്പോൾ ക്രിസ്തുവും നമ്മിലാകുകയാണ്. ക്രിസ്തു നമ്മിലാണെങ്കിൽ അവൻ്റെ ജ്ഞാനവും ശക്തിയും സ്നേഹവും നീതിയും എന്ന് വേണ്ട ദൈവത്തിൻ്റെ എല്ലാ നിറവും നമ്മിലുമായിരിക്കും. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ രാജാവും കർത്താവുമായി തീരും. പ്രിയമുള്ളവരെ, നാം അവൻ്റെ വകയായി തീരും. ഓരോ വിശ്വാസിയും ക്രിസ്തുവേശുവിലായിരിക്കുന്നു. പിതാവ് നമ്മെ തിരഞ്ഞെടുത്തു, പുത്രനിൽ കൂടി നമ്മെ തിരഞ്ഞെടുത്തു. ആയതിനാലാണ് നമ്മുടെ രക്ഷ തുടങ്ങി നിത്യത വരെയുള്ള ദൈവിക പദ്ധതിയിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലും നമുക്ക് ആവശ്യമായിരിക്കുന്നതെല്ലാം ക്രിസ്തുവിലുണ്ട്. യേശുക്രിസ്തുവാണ് ലോകത്തിനു വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ പൂർണ്ണത. അതാണ് അപ്പോസ്തലനായ പൗലോസ് നാം ക്രിസ്തുവേശുവിലായിരിക്കുന്നു, ക്രിസ്തുവിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്, നിങ്ങൾക്ക് ആവശ്യമെല്ലാം ക്രിസ്തുവിലുണ്ട്, ക്രിസ്തുവിന് നിങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന് ലോകത്തിൽ പ്രശംസിപ്പാൻ ഒന്നുമില്ല. ലോകത്തിന്റെ ചിന്താഗതികളോ മനുഷ്യനെ ഒരിക്കലും ദൈവിക ജ്ഞാനത്തിലേക്കും നീതിയിലേക്കും വീണ്ടെടുപ്പിലും നയിക്കുവാൻ കഴിയുന്നതല്ല. നാം ചിന്തിക്കുമ്പോൾ സകലവും അവനിൽ നിന്നും അവനാലും അവങ്കിലേക്കുമാകുന്നു എന്ന് പൗലോസ് റോമാലേഖനത്തിൽ പറയുന്നു. ഒന്നാമതായി ക്രിസ്തു നമുക്ക് ജ്ഞാനമായി തീർന്നു. അവൻ ദൈവജ്ഞാനമാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ബുദ്ധിഹീനരും വിദ്യാഭ്യാസമില്ലാത്തവരുമാണ് യഥാർത്ഥ ജ്ഞാനം ഉള്ളവർ. യേശുവിൽ വിശ്വസിക്കുന്നവരാണ് യഥാർത്ഥ ജ്ഞാനി. ആ ജ്ഞാനത്തെ ലോകത്തിന് പ്രാപിക്കുവാൻ കഴിയുന്നതല്ല. ലോകത്തിന്റെ തത്വചിന്തയ്ക്ക് ജനത്തെ വീണ്ടെടുക്കുവാനോ വിടുവിക്കുവാനോ രക്ഷിക്കുവാനോ കഴിയുന്നില്ല. അതുകൊണ്ടാണ് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്നത്, ദൈവജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. രണ്ടാമതായി അവൻ നമ്മുടെ നീതിയാണ്. അവനിലുള്ള വിശ്വാസത്താൽ വിശുദ്ധനായ ദൈവം നമ്മെ നീതിമാന്മാരായി എണ്ണിയിരിക്കുന്നു. മൂന്നാമതായി അവൻ നമ്മുടെ ശുദ്ധീകരണമാണ്. വ്യക്തിപരമായ വിശുദ്ധി എന്ന നിലയിൽ നമ്മിൽ തന്നെ ഒന്നുമില്ലെങ്കിലും അവനിൽ നാം സ്ഥാനീയമായി അനുദിനം ശുദ്ധീകരിക്കപ്പെട്ടവരായി തീർന്നുകൊണ്ടേയിരിക്കുന്നു. അവന്റെ ശക്തിയാൽ ശുദ്ധീകരണം ഒരളവിൽ നിന്ന് മറ്റൊരളവിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുന്നു. ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ അനുനിമിഷമുള്ള അനുദിനമുള്ള ഒരു പ്രക്രിയ, അല്ലെങ്കിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സ്ഥാനീയ വിശുദ്ധീകരണം മാത്രമല്ല, വിശുദ്ധീകരണത്തെ കുറിച്ചുള്ള വളർച്ചയും. പൂർണ്ണമായ ഒരു വിശുദ്ധീകരണം പ്രാപിക്കുന്നവരെ എന്നെ ശുദ്ധീകരിച്ച് ദൈവിക പദ്ധതിയിൽ നിലനിർത്തുന്ന ദൈവത്തിന്റെ കാര്യപരിപാടി. വീണ്ടും ഒടുവിലായി നാം കാണുമ്പോൾ അവൻ നമ്മുടെ വീണ്ടെടുപ്പാണ്. ഇത് സംശയരഹിതമായും വീണ്ടെടുപ്പിന്റെ അന്തിമഘട്ടമായ കർത്താവിന്റെ വരവിൽ അവൻ നമ്മെ അവനോടുകൂടെ തന്റെ ഭവനത്തിൽ ചേർക്കുന്നതും ആത്മാവും ദേഹവും ദേഹിയും ഒരുപോലെ വീണ്ടെടുക്കുന്ന ദൈവിക പദ്ധതി. ഞാനിങ്ങനെ അവസാനിപ്പിക്കട്ടെ. ക്രിസ്തുവിന് പുറത്തുള്ള ജ്ഞാനം നാശോന്മുഖമായ മൗഢ്യവും, ക്രിസ്തുവിന് പുറത്തുള്ള നീതീകരണം കുറ്റവും ശിക്ഷാവധിയുമാണ്. ക്രിസ്തുവിന് പുറത്തുള്ള ശുദ്ധീകരണം മലിനവും അകൃത്യവുമാണ്. ക്രിസ്തുവിന് പുറത്തുള്ള വീണ്ടെടുപ്പ് ബന്ധനവും അടിമത്വവുമാണ്. പ്രിയമുള്ളവരെ, ആ കർത്താവിന്റെ പ്രവൃത്തികളും ക്രിസ്തുവിന്റെ വാക്കുകളും കർത്താവിന്റെ സാക്ഷ്യവും അനുഭവങ്ങളുമാണ് യഥാർത്ഥത്തിൽ ദൈവിക ജ്ഞാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടർന്നുള്ള കർത്താവിന്റെ മരണവും അടക്കവും പുനരുത്ഥാനവുമാണ് നമ്മുടെ നീതീകരണത്തിന് കാരണമായി തീർന്നത്. വീണ്ടും യേശു ഉയർപ്പിന് ശേഷം 40 ദിവസം ഈ ഭൂമിയിലായിരുന്നു. ദൈവരാജ്യം സംബന്ധിച്ച് ശിഷ്യന്മാരെ ഉറപ്പിക്കുവാനും താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുവാനും അതിനുശേഷം ഉയരത്തിലേക്കുള്ള കർത്താവിന്റെ സ്വർഗാരോഹണം, ആത്മാവിന്റെ വരം അല്ലെങ്കിൽ സഭയ്ക്ക് നൽകിയ വരദാനങ്ങൾ, തുടർന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇന്നും ചെയ്യുന്ന മധ്യസ്ഥ ശുശ്രൂഷ. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇതാണ് ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട് ആയിരിക്കുന്ന അനുഭവങ്ങൾ. ഇന്നും കർത്താവിന്റെ പ്രാർത്ഥനയാണ്, കർത്താവിന്റെ മധ്യസ്ഥതയാണ്. കർത്താവ് മഹാപുരോഹിതനായി ഇന്നും നമുക്ക് വേണ്ടി തൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്നതാണ് എൻ്റെ ശുദ്ധീകരണത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. എനിക്ക് ദൈവസ്ഥയിൽ അടുക്കുവാനുള്ള ഏക നില എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത ബലിയും ആ രക്തവുമാണ്. അതുകൊണ്ടാണ് കൃപാസനത്തിലേക്ക് ധൈര്യപൂർവ്വം സദാസമയം ചെല്ലുവാനുള്ള എൻ്റെ യോഗ്യത എന്ന് പറയുന്നത്. എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും മധ്യസ്ഥത സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, തുടർന്നും
അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയിൽ അത് കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വരവ് മധ്യാകാശത്ത് സംഭവിക്കുമ്പോൾ എൻ്റെ വീണ്ടെടുപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇതാണ് പ്രിയമുള്ളവരെ 1 കൊരിന്ത്യർ ലേഖനം 1:30 വാക്യത്തിൻ്റെ സംക്ഷിപ്തമായ ഒരു സന്ദേശം. ക്രിസ്തു നിങ്ങൾക്കെല്ലാമായി തീർന്നു. ഇന്നലകളിൽ അവൻ നമ്മെ വീണ്ടെടുത്തു. നമ്മളെ ഇന്ന് വിടുവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ വിടുതൽ പൂർണ്ണമായി രക്ഷയുടെ പൂർണ്ണതയിലേക്ക് നമ്മെ എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ടു, ഇന്ന് രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇനി നാളെ നാം പൂർണ്ണമായി രക്ഷിക്കപ്പെടും. വീണ്ടെടുപ്പ് സാധ്യമായി തീരും. പൂർണ്ണമായി നമ്മെ വീണ്ടെടുക്കുവാൻ കഴിവുള്ള കർത്താവ് താമസമിന മധ്യാകാശത്തിൽ വരും. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി കർത്താവ് വീണ്ടും പ്രത്യക്ഷനാകും. ആ പ്രത്യക്ഷതയിൽ നമുക്ക് പ്രിയം വെക്കാം. ക്രിസ്തു നമ്മുടെ ജ്ഞാനവും നീതിയും ശുദ്ധീകരണം വീണ്ടെടുപ്പുമായി തീർന്നു. അതിനായി നമുക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ജയത്തിൽ നമുക്ക് ജീവിക്കാം. ക്രിസ്തു നമുക്കെല്ലാം എല്ലാമാണ്. ആ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലും യഥാവാനായി ജീവിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.